ജീവിതത്തിൽ ഇനി നേടിയെടുക്കാൻ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒന്നും ഇല്ലാതാവുമ്പോൾ പിന്നീട് മുക്തി തേടിയുള്ള തീർത്ഥാടന യാത്രകൾ തന്നെയാണ് മനുഷ്യന് ആശ്വാസം. എല്ലാ തവണയും നമ്മളെ ഓരോ തവണയും വലിച്ചെടുപ്പിക്കുന്ന എന്തോ ഒരു വശ്യത ശബരിമലയ്ക്കുണ്ട്. ഇന്ത്യയിലെ ഓരോ ക്ഷേത്രങ്ങളിലേക്കും ഒറ്റയ്ക്ക് പോയി മുക്തി തേടണം എന്നൊക്കെയാണ് ആഗ്രഹം. പിന്നീട് ഏറ്റവും കൂടുതൽ തവണ ഞാൻ വിസിറ്റ് ചെയ്ത എന്നെ വൈകാരികമായിട്ട് ഏറെ അടുപ്പിച്ച ശബരിമലയിലേക്ക് വിചാരിച്ചു. പാതി വഴിയിലെടുത്ത് തീരുമാനമായതുകൊണ്ട് തന്നെ ട്രിപ്പ്, അതായത് ശബരിമലയിൽ എത്തുന്ന സമയമായപ്പോഴാണ് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ആണ്, ഒരുപാട് വീഡിയോസും മിസ്സിംഗ് ആണ്. പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളെ ഈ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല എന്നുള്ള സങ്കടമുണ്ട്. നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചില മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചു. വനത്തിനോട് ചേർന്ന് തന്നെയാണ് ആ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ റിസർവ് ഫോറസ്റ്റാണ്, അത് മൃഗങ്ങളുടെ ഏരിയ തന്നെയാണ്. നമ്മളാണ് അവിടെ അതിക്രമിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചില മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. നമ്മൾ അവിടെ നിന്ന് അത്യാവശ്യം ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. പക്ഷേ ഒരിക്കലും അവിടെ ഫോട്ടോസ് എടുക്കാൻ പാടുള്ളതൊന്നുമല്ല. നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഫോൺ ക്യാമറയിലാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. മൃഗങ്ങളുടെ ഫോട്ടോസൊന്നും എടുക്കാൻ നമ്മൾ നിന്നിട്ടില്ല. പിന്നെ അവിടെ നിന്ന് പതിയെ യാത്ര തിരിക്കാം എന്നുള്ളൊരു തീരുമാനമായി. മഴയായിരുന്നത് കൊണ്ട് തന്നെ റോഡിലേക്ക് മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണ് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. നമ്മൾ തിരക്ക് ഇല്ലാത്ത പ്രദേശങ്ങളിലേക്ക് പോയി ഫോട്ടോസ് എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിട്ട് തോന്നുന്നത്. അല്ലാത്ത പക്ഷം അത്യാവശ്യം ചെറിയൊരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്. പിന്നെ നമ്മുടെ സ്വന്തപ്പൻ അവിടെ ഫോട്ടോയ്ക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ കുറേ വിഷ്വൽസ് മിസ്സായിരുന്നു. ഇത് ശബരിമലയിലെ മണിമണ്ഡപമാണ്. അയ്യപ്പൻ ഇരിക്കുന്ന സ്ഥലത്തിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മണിമണ്ഡപം. നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്ത ഏരിയ ഉണ്ടല്ലോ, അത് പഴയ നവഗ്രഹ ക്ഷേത്രമാണ്. ശബരിമലയിലെ പഴയ നവഗ്രഹ ക്ഷേത്രമാണത്. കഴിഞ്ഞ മാസം വരെ അതായിരുന്നു നവഗ്രഹ ക്ഷേത്രം. ഇപ്പം ദാണ്ട് ഈ കാണുന്നതാണ് നവഗ്രഹ ക്ഷേത്രം. പുതിയ പുനർപ്രതിഷ്ഠയായിരുന്നു ഇവിടെ നടന്നത്. നമ്മുടെ ഗ്രഹങ്ങളുടെ സ്ഥിതിഗതികൾ മനുഷ്യ ജീവിതത്തിനെ ബാധിക്കും. ആ ദോഷങ്ങൾ അകലാൻ വേണ്ടിയിട്ട് ഇപ്പം ശനി ദോഷമൊക്കെ ബാധിച്ചിരിക്കുന്നവർ നവഗ്രഹ പൂജ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ സന്ദർശിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് മാളികപ്പുറമാണ്. മാളികപ്പുറത്തെ പ്രധാന വഴിപാട് മഞ്ഞളിൽ അഭിഷേകം ചെയ്ത നാളികേരം ഉരുട്ടുക എന്നുള്ളതാണ്. കണ്ടല്ലോ, മഞ്ഞൾ കുളിപ്പിച്ച നാളികേരം കൊണ്ട് ആളുകൾ നിൽക്കുന്നത്. അതിന് ചുറ്റും ഉരുട്ടുന്നത് ഒരു പ്രധാന വഴിപാടാണ്. പിന്നീട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്ന് മഞ്ഞൾ കൊണ്ടുള്ള പറയാണ്. പിന്നീട് പിഴപ്പണമുണ്ട്. നല്ല തിരക്കായിരുന്നതുകൊണ്ട് നമുക്കധികം പ്രിപ്പറേഷൻസ് ഇല്ലാതിരുന്നതുകൊണ്ടുമാണ് അതിൻ്റെ വീഡിയോസ് എടുക്കാതിരുന്നത്. അത് റാൻഡമായിട്ട് നമ്മൾ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ചില ക്ലിപ്പിങ്സ് മാത്രമാണ്. ഇത് നമ്മുടെ സ്വന്തപ്പൻ, നമ്മുടെ മറ്റേ ചേട്ടനെ കുറിച്ച് ഞാൻ പിന്നെ പറയാൻ പറ്റും. നമ്മുടെ ഗാഡിയൻ, ഇതാണ് നമ്മുടെ ഒരു ഗ്യാങ്. MS, സ്വന്ത്, അരിട്ട്, പിന്നെ കുച്ചിക്കു, പിന്നെ അനന്തവാണനാണ് കൂട്ടത്തിലെ കൊമ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. ശബരിമലയിൽ സ്ഥിരമായിട്ട് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോലീസുകാരനാണ് അനന്തവാണൻ. നമ്മളെ ഇവിടെയൊക്കെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനന്തവാണനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുമുടി ഇല്ലാതെ വന്നതുകൊണ്ട് തന്നെ സിവിൽ ദർശന വഴിയാണ് അയ്യപ്പനെ കാണാൻ പോയത്. നല്ല തിരക്കായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സന്നിധാനത്തിന് മുകളിൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ആക്ച്വലി അവിടെ വീഡിയോഗ്രാഫി പ്രൊഫിറ്റഡ് ആണ്, അതുകൊണ്ടാണ് നമ്മളവിടെ വീഡിയോ എടുക്കാതിരുന്നത്. ഈ ഒരു ചേട്ടനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും പലപ്പോഴും. പിന്നെ അത്യാവശ്യം പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ വീണ്ടും മാളികപ്പുറം പ്രദേശത്തേക്ക് വന്നു. ആ കാണുന്നത് നമ്മുടെ സന്നിധാനമാണ്, നവഗ്രഹ ക്ഷേത്രം. നമ്മൾ നേരിട്ട് കണ്ട നവഗ്രഹ ക്ഷേത്രമാണ്. അവിടെ ഒരു ചെറുതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ആ ഒരു സാധനമാണ് നമ്മളുടെ ആദിമൂലഗണപതി ക്ഷേത്രമല്ല, അയ്യപ്പൻ്റെ നമ്മുടെ സന്നിധാനത്തിലെ ഗണപതി ക്ഷേത്രമാണ് നിങ്ങളായി കാണുന്നത്. ഈ നവഗ്രഹ ക്ഷേത്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ സന്ദർശിക്കാൻ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നതാണ്. പിന്നെ ശബരിമലയിലെ അന്നദാന മണ്ഡപം നല്ല തിരക്കായിരുന്നതുകൊണ്ട് അവിടെ നന്നായിട്ട് ക്യൂ നിന്നാൽ മാത്രമേ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ട്. എല്ലാ തവണയും നല്ല ക്യൂ നിന്നിട്ടാണ് നമ്മൾ ഫുഡ് വാങ്ങുന്നത്. എനിക്ക് ഇവിടുത്തെ ഫുഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഉപ്പുമാവും ഒരു പ്രത്യേക തരത്തിലുള്ള കറിയാണ്. ഇപ്പം സമയം ഉച്ച കഴിയുന്നതുകൊണ്ടാണ് ഉപ്പുമാവും കാര്യങ്ങളൊക്കെ തീർന്നു പോയി. ഇനി നമുക്കിവിടെ കിട്ടുന്ന പുലാവ് വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. പിന്നീട് അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ഭക്തന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ പുറത്തേക്ക് ഇരിക്കും. ഇതാണ് നമ്മുടെ അന്നദാന മണ്ഡപത്തിൻ്റെ അകവശം. ഇവിടെ നമ്മൾ ക്യൂ നിന്ന് വേണം ഫുഡ് വാങ്ങിക്കാൻ. റാൻഡം വീഡിയോസ് ആയി പോകുന്നു, അല്ലെങ്കിൽ ഫോക്കസ് ഔട്ടായിട്ടുള്ള വീഡിയോ ഞാനധികം പ്രിപ്പറേഷൻസ് ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ്. ക്ഷമിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതാണ് ശബരിമലയിലെ അന്നദാന മണ്ഡപം. ഇങ്ങനെയാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്നത്. ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തത്തിനാണ്. പിന്നെ ഇത് നമ്മൾ വെറുതെ ക്യൂക്കസും ആരോഗ്യ തരുന്നുണ്ട്. പിന്നെ അതിനകത്ത് സോയൊക്കെ ഉള്ളത് കൊണ്ട് അത്യാവശ്യം പ്രോട്ടീനിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ അഖിലുണ്ട്. പിന്നെ ഹരികൃഷ്ണൻ. ഇതാണ് നമ്മുടെ ഫുഡ്. അവിടെ നാരങ്ങാച്ചാറ്, പുലാവിനകത്ത്
സോയ ഉള്ളതുകൊണ്ട് പ്രോട്ടീൻ ഇൻടേക്ക് പ്രോപ്പറാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പിന്നെ നമ്മളുടെ ആ ഒരു ക്ഷീണം മുഴുവനും കണ്ടോ. ഇതാണ് ഞങ്ങളുടെ ഗാർഡിയൻ. ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടാണ്. സഹായിക്കുക ഇൻ ദ സെൻസ് പുള്ളി ഒരു തികഞ്ഞ ഭക്തനാണ്. എല്ലാ മാസവും വരും. അപ്പം കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ അറിവുള്ളത് കൊണ്ട് തന്നെ ആൾ പോലീസ് ഓഫീസറാണ്. കാര്യങ്ങളൊക്കെ നടത്തി നമ്മളെ ഈ അനാവശ്യ പരിപാടികളൊന്നും നടത്താതെ കൊണ്ടുപോകും. ഇത് അടിയാണ്. പുള്ളി ഒരു പോലീസ് ഓഫീസറാണ്. പിന്നെ ഹരികൃഷ്ണൻ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോഴാണ് അരവണമായി ചെയ്യുന്നു എന്നുള്ള ചിന്തകളുണ്ട്. നമ്മളെല്ലാ മാസം വരുന്നവരായതുകൊണ്ട് തന്നെ അരവണ വാങ്ങിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ സംഗതി അല്ല. പക്ഷേ കുറേ ആളുകൾക്ക് അരവണ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് വേണ്ടി അരവണ വാങ്ങിച്ചാലോ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ 2 ഗ്യാങ്ങായിട്ട് പിരിഞ്ഞു. ഒരു ഗ്യാങ് അരവണ വാങ്ങിക്കാൻ പോയി. പിന്നെ നമ്മളെ ഗ്യാങ്ങോടെ വായി നോക്കി നിൽക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് വന്നത്. മഴയായിരുന്നു കൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമുണ്ടായിരുന്നുകൊണ്ട് അതിനിടെ വെച്ചിട്ട് ഞങ്ങൾ വേറെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ പ്രോട്ടീൻ ഇൻടേക്ക്, ഈ ശർക്കരയിൽ എത്രമാത്രം കാലറി ഉണ്ട്, സോ ശർക്കര കഴിക്കാൻ പറ്റുമോ? കാരണം അരവണയിൽ ശർക്കരയാണല്ലോ. പിന്നെ ഉണ്ണിയപ്പമുണ്ട്, ഉണ്ണിയപ്പത്തിലും ശർക്കരയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ നമ്മുടെ അഖിലണ്ണൻ നമ്മുടെ ഒന്ന് കൺട്രാക്ട് കൊടുക്കുന്ന കാഴ്ചയുണ്ടാകും. എന്നെ മറ്റേ ഗാന്ധി കേസിൽ അറസ്റ്റ് ചെയ്തപ്പം ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് അഖിലണ്ണനാണ്. പുള്ളി ഉണ്ടായതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഈ ഫോട്ടോയ്ക്ക് ചിരിച്ചുകൊണ്ട് പോസ് ചെയ്യുന്നതാണ് നമ്മുടെ ടീമിലെ ഏറ്റവും യങ്ങസ്റ്റ് പേഴ്സൺ. ആള് അമലൻ പിള്ള. അവൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ സന്നിധാനം. പക്ഷേ ഇവനെയാണ് ഫോക്കസ് ചെയ്തത്. ആ കാണുന്നതാണ് അയ്യപ്പൻ്റെ കുടി. ഇവിടെ നമ്മുടെ കറുപ്പസ്വാമി അവിടെ തേങ്ങ അടിക്കുന്ന സ്ഥലം. പിന്നെ നമ്മൾ ഒരു ടീം അരവണയും അപ്പവും വാങ്ങിക്കാൻ പോയി. ആ വഴിയിലൂടെയാണ് അവർ അരവണയും അപ്പവും വാങ്ങിക്കാൻ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ അനന്തവണ്ണൻ ആ പോലീസിൻ്റെ വയർലെസ് ആ ഓഫീസിലേക്ക് പോയി. ആ സമയത്ത് നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് പുറത്ത് പോയി വായി നോക്കി നിൽക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. അങ്ങനെ അഖിലണ്ണനും അനന്തവണ്ണനൊക്കെ അവിടെയൊക്കെ പോയി. നമ്മളതിൻ്റെ പുറത്ത് നിന്നു. പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ അതിനിടയിൽ അനന്തവണ്ണൻ നമ്മളൊരു കാഴ്ച കാണിച്ചു തന്നു. സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളിൽ ഒന്നാണ് അവിടെ. ഇപ്പം പൊന്മുടിയിൽ നമ്മൾ കഴിഞ്ഞ മാസം പോയെങ്കിലും അവിടെ കണ്ട കോടയുടെയൊക്കെ ഇരട്ടി കോടയാണ് നമ്മൾ കാണുന്നത്. എൻ്റെ ഫോണിന് അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ കോട കിട്ടിയില്ല. ഈ കാണുന്നതാണ് സന്നിധാനം, കൊടിമരം അയ്യപ്പനിരിക്കുന്ന ആ ഒരു സന്നിധാനം. പിന്നെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ടോ. ഇത് നമ്മൾ ഈ ഒരു മുകളിലെ പ്രദേശത്ത് നിന്നുകൊണ്ട് മാത്രമാണ് കവർ ചെയ്യാൻ പറ്റിയത്. ബട്ട് ഫോണിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു എക്സാക്റ്റ് പിക്ചർ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയില്ല. ഞാനിനി അടുത്ത അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് കാര്യങ്ങൾ എടുത്ത് കാണിക്കാം. ഇനിയും നമ്മൾ തീർത്ഥാടനം തുടരുകയാണല്ലോ. ഇന്ത്യ മുഴുവനുള്ള അമ്പലങ്ങളിൽ ഞാനിങ്ങനെ കാറെടുത്ത് പോയിട്ട് ഒരു ട്രാവലോഗ് പോലെ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വളരെ മോശം അഭിപ്രായമാണെങ്കിൽ ഇപ്പം തന്നെ ചുറ്റി കിട്ടിയേക്കാം. പിന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ഇതൊരു വല്ലാത്ത ഫീലിംഗാണ്. കാരണം നമ്മൾ എത്ര തവണ പോയാലും നമ്മളെ വീണ്ടും ഈ ഒരു അമ്പലം അവിടേക്ക് വലിച്ചടുപ്പിക്കും. അത്രമാത്രം വശ്യതയുണ്ട് ശബരിമലയ്ക്ക്. ഇവിടെ കറുപ്പസ്വാമിയുടെ അടുത്ത് ആളുകൾ തേങ്ങ അടിക്കുന്നു. പിന്നെ അപ്പം അരവണ കൗണ്ടറിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയവരെ കണ്ടുപിടിക്കാൻ ഈ 2 പേര് തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ് ചുരുക്കം. അവർ 2 പേരും പോയി ആളുകളെ കണ്ടെത്തും എന്ന് പറഞ്ഞ് പോയി. ആ കണ്ടെത്തൽ നടപടി അത്ര സിമ്പിളായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ അരവണ കൗണ്ടറിലേക്ക് എത്തിയപ്പോൾ കഴിഞ്ഞ മാസം കണ്ട അരവണ കൗണ്ടറല്ല ഈ മാസം. കഴിഞ്ഞ മാസം ആഴൊഴിഞ്ഞ ഒരു പൂരപ്പുറമ്പായിരുന്നു. അവിടെ 4-3 പേരായിരുന്നു. പക്ഷേ ഇത്തവണ അരവണ വാങ്ങിക്കാൻ ആളുകളുടെ കൂട്ടയിടിയാണ്. നമ്മൾ പിള്ളേർ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ക്യൂ നിൽക്കുന്നതെന്ന് ഒരറിവില്ല. ഫോണല്ല എൻ്റെ കയ്യിലായിരുന്നതുകൊണ്ട് ആരെ വിളിച്ചാലും കിട്ടാത്തതുകൊണ്ട് എല്ലാവരുടെയും ഉറങ്ങി എൻ്റെ ബാഗിൽ കിടന്ന് അടിച്ചുകൊണ്ടിരുന്നു. സോ അവിടെ വെയിറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനത്തിലേക്ക് എത്തി. ആരെങ്കിലുമൊക്കെ എന്നെയും കണ്ടുപിടിക്കട്ടെ. ഞാനിങ്ങനെ ആളുകളുടെ വീഡിയോസ് റാൻഡമായെടുത്തുകൊണ്ടിരുന്നു. ചില ആളുകൾ അവനാരടാ നോക്കുന്നുണ്ടായിരുന്നു എന്നുള്ള സത്യം. പിന്നെ ആളുകളുടെ പ്രൈവസിയിലേക്ക് അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ആരെയും ഫോക്കസ് ചെയ്യാതെ ജസ്റ്റ് റാൻഡമായിട്ട് മുകളിലേക്കും താഴേക്കൊക്കെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴാണ് ആ കാണുന്ന സാധനം കർപ്പൂരാഴി എന്ന് പറയുന്നത്. നമ്മൾ നെയ്യ് തേങ്ങ അടിച്ചിട്ട് നെയ്യ് എടുത്തിട്ട് പലപ്പോഴും തേങ്ങ അവിടേക്ക് ഇടും. സാധാരണഗതിയിൽ ആ ആഴി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമ്പലം അടയ്ക്കുന്ന സമയമാണ്, നല്ല മഴയുണ്ട്. അതുകൊണ്ട് ആഴി അണഞ്ഞ്, അതായത് അഗ്നിജ്വാല അണഞ്ഞ് പുക പൊക്കൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ അത്യാവശ്യം ഈ നല്ല
പ്യുവറായിട്ടുള്ള എയറാണ് നമ്മൾ ലഭിക്കുന്നത്, പ്യുവർ ഓക്സിജൻ കിട്ടും. പക്ഷെ അവിടെ ചെറിയൊരു മലിനീകരണം ഉണ്ടാക്കാൻ ഈ ഒരു കർപ്പൂരാഴി കാരണമാണ്. പിന്നെ ഈ മഴ നനഞ്ഞു കിടക്കുന്ന ഏരിയയിൽ കൂടി ഇറങ്ങി പോവുക എന്നുള്ളത് അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല. ശബരിമലയിലേക്ക് മല കയറി സന്നിധാനത്ത് വരുന്നതിനെക്കാട്ടിലും ടാസ്ക്കാണ് ഇറങ്ങിപ്പോവുക എന്നുള്ളത്. കാരണം കാല് സ്ലിപ്പാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കയറി പോകുമ്പം വീണെന്നേ ഉള്ളൂ. പക്ഷേ ഇറങ്ങി പോകുമ്പോൾ നാണ്ടേ വീണാലുണ്ടല്ലോ നമ്മൾ നിരങ്ങി അങ്ങ് താഴെ പോകും. നമ്മുടെ അവിടുത്തെ തൊലിയൊന്നും കാണത്തില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാനും അനന്തോണനും കൂടി സംസാരിച്ചുകൊണ്ട് താഴോട്ടിറങ്ങി വരുമ്പം ഇവിടെയുള്ള ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചും പിന്നീട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ജോലിയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പുള്ളി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ മരാമത്തിലേക്ക് പോകേണ്ട ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബിംഗ് വർക്കുകൾ ഇവിടെ വർഷങ്ങളായിട്ട് പണിയെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ അതൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ പോലും ഈ കാടിന് നടുവിലൂടെ ഈ വാട്ടർ കണക്ഷൻ്റെ പൈപ്പൊക്കെ പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൊണ്ടേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ മുക്കും മൂലയും വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളുകൾക്ക് ഈ പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാശുണ്ടല്ലോ, ഇത്ര മനോഹരമായിട്ടുള്ള കാശുകൾ നമുക്ക് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടെടുത്ത് കിട്ടും. പക്ഷേ എല്ലാ മാസവും ഒരു ദൈവീകമായിട്ടുള്ള ആത്മീയ നിർവൃതിയോടുകൂടി ഇത്രയധികം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ശബരിമലയോളം അവസരം ഒരുക്കി തരുന്നത് എവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊന്നും അല്ലടേ ശബരിമലയുടെ യഥാർത്ഥ വൈബ്. ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പോയതുകൊണ്ടാണ് ഇത്തരത്തിൽ വീഡിയോസിൻ്റെ ക്ലാരിറ്റി പോയത്. ഒരുപാട് ഏരിയ ഇവിടെ കവർ ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരിറക്കം തിരികെ പമ്പയിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പമ്പയിലെ ഗണപതി ക്ഷേത്രം. ഗണപതി ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലുള്ള ശ്രീരാമൻ്റെ ക്ഷേത്രമാണ്, പിന്നിലുള്ള ശ്രീരാമൻ്റെ ക്ഷേത്രമാണ്. അതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്നത് ഹനുമാൻ്റെ ക്ഷേത്രമാണ്. ഇവിടെ വരെ തിരക്കാവുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്രമാത്രം ഈ ഒരു സീസണിൽ തിരക്കുണ്ടെന്ന്. പിന്നെ ഇത് ശബരിമലയിലെ മോദകമാണ്. ഈ മോദകത്തിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. അപ്പത്തിനും അരവണയ്ക്കും പിന്നിലെല്ലാം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ഐതിഹ്യത്തിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് ഇറങ്ങിപ്പോകാൻ സമയമായി, കാരണം ഒരുപാട് ലേറ്റായി. ഇത് ഗണപതി ക്ഷേത്രമാണ്. ഗണപതി ക്ഷേത്രം അടച്ചിരിക്കുകയാണ്. ഈ കാണുന്ന മൂഷികൻ്റെ ശരീരത്തിലേക്ക് നമ്മളുടെ മാല നമ്മളെടുത്ത് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്രതം ഓൾമോസ്റ്റ് തീർന്നു എന്ന് പറയാം. ഇനി നമ്മൾ താഴേക്ക് വന്നിട്ട് ആ പമ്പ നദിക്ക്, അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആ കർപ്പൂരം കത്തിച്ചെടുത്ത് ഒന്ന് തൊഴുത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും വ്രത പരിപാടികളെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ കയറി വരുന്നതിന് വെച്ച് കുറച്ച് കൺസ്ട്രക്ഷനും നിർമ്മിതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആഴി ഇതാണ്. ഇവിടെ ആ ഒരു താമസീകരിച്ച് നമ്മളുടെ കണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പുണ്യവും മോക്ഷവും ഒക്കെ ആയിട്ട് തിരികെ പോവാം എന്നാണ് പറയുന്നത്. ഇതാണ് പമ്പ നല്ല ഒഴുക്കുണ്ട്. പമ്പയിലെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ആ തണുപ്പ് കാരണമാണ് എൻ്റെ സ്വരം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്കിപ്പം ഇറങ്ങാനുള്ളൊരു സ്റ്റേറ്റ് ഇല്ല, കാരണം ഇപ്പം തന്നെ ശരീരം മൊത്തം തണുത്ത് പറച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നദിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ജസ്റ്റ് ആ കാല് നദിയിലേക്ക് വെച്ചു അവിടെ നീന്തി പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല മത്സ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് കാലെടുത്ത് വെച്ച് കഴിയുമ്പം ഈ കാല് പെഡിക്യൂർ ചെയ്ത് വൃത്തിയാക്കത്തില്ല, അതുപോലെ നല്ല പ്യുവറായിട്ട് നമ്മുടെ കാല് നമുക്ക് കിട്ടും. മറ്റേ അക്യുപഞ്ചർ പോലെ ചെയ്യുന്നത് പോലെ മീനുകളൊന്നും വരില്ല. പക്ഷേ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു തെളിമ കാരണം നമ്മുടെ കാലും കാര്യങ്ങളൊക്കെ വൃത്തിയാവും. പിന്നെ നമ്മൾ ജസ്റ്റ് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള തീരുമാനം എടുത്ത് തിരികെ വീട്ടിലേക്ക് പോവാം എന്നൊക്കെ തീരുമാനിച്ചു. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ ഒരു പ്രത്യേക ക്ലൈമറ്റിൽ കാര്യമൊന്നുമില്ല. വരുന്ന വഴിക്ക് നമുക്ക് വെള്ളം വാങ്ങിക്കാൻ മറന്നുകൊണ്ട് ഇതാണ് മക്കളെ മിനറൽ വാട്ടർ. പ്യുവർ മിനറൽ വാട്ടറാണ്. നമ്മുടെ പ്രോട്ടീൻ നമ്മൾ ആ ടോറൻറ്റിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിനകത്ത് പിടിച്ച് കുലുക്കി കഴിക്കാൻ തീരുമാനിച്ചു. ഉണ്ടല്ലോ ആ പാറക്കെട്ടുകളിൽ നിന്ന് ഒഴുകി വരുന്ന ടോറൻറ്റിലെ വെള്ളം ഫുള്ള് മിനറൽ എന്നാണ് പറയുന്നത്. ആ മിനറൽ വാട്ടർ വെള്ളത്തിന് നമ്മുടെ കയ്യിലുള്ള ബോട്ടിലേക്ക് ഫെച്ച് ചെയ്തിട്ട് കുലുക്കി പിടിച്ച് പോകാനുള്ളൊരു തീരുമാനമാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ശബരിമല ട്രിപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ട് ഇറങ്ങി വരുവാണ്. വരുന്ന വഴിക്ക് ഈ പച്ച ഫ്രഷ് ആനപ്പിണ്ടം കണ്ടു. ഫ്രഷ് ആനപ്പിണ്ടം കണ്ടു കഴിഞ്ഞാൽ അവിടെ ആന ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നമ്മുടെ MST പുള്ളിയുടെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറയപ്പം നമ്മുടെ ഹരിക്കുട്ടനും സ്വന്തപ്പനും കൂടി ഫോട്ടോ എടുക്കാൻ താഴേക്ക് പോയി. അവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ പണ്ടത്തെ ഫോട്ടോസും കാര്യങ്ങളും കാണും. ആ സമയത്ത് നമ്മൾ അവിടുത്തെ നദിയിലെ കളകളാരവങ്ങൾ കേട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. കാരണം ഒരു ഫ്രഷ് ആനപ്പിണ്ടം കിടക്കുമ്പം അവിടെ ആന ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത്
എക്സാക്റ്റ് നമുക്ക് തിരിച്ചു വരേണ്ട റൂട്ടൊന്നുമല്ല. ഈ ഒരു പ്രദേശത്തേക്ക് പോയാൽ കുറച്ച് ആനിമൽസിനെ കാണാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആങ്ങമൂഴിയിലേക്ക് പോകുന്ന ഒരു ഏരിയ ആണ്. അവിടെ പുലിയൊക്കെ ഇറങ്ങിയിട്ടുള്ള ഏരിയ ആണ്. പുലി ഇറങ്ങിയിട്ടുള്ള ഏരിയ അല്ല, പുലി ഇറങ്ങുന്ന ഏരിയ എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു കള്ള ശബ്ദം കേട്ടപ്പം അവിടെ എവിടെയോ ഒരു ശബ്ദത്തിൻ്റെ ഉറവിടം നമുക്ക് കണ്ടെത്തണമല്ലോ. അങ്ങനെ നമ്മൾ ഉറവിടം കണ്ടെത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ഇനി അവിടെ മാസ്റ്റർ ക്ലാസ് സന്തപ്പൻ്റെ വെറൈറ്റി പോസിങ്ങുകളാണ്. അവനവിടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MS അണ്ണൻ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞാൻ എന്തൊക്കെയോ മെഴുകുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ വന്നതാണ്. പിന്നെ അതറിയാതെ സെൽഫി ആയിപ്പോയി. MSTയുടെ ചിരി. പിന്നെ നമ്മൾ ഈ ആനപ്പിണ്ടം കണ്ടപ്പം പിന്നെ സൗണ്ട് കൂടെ കേൾക്കുന്നല്ലോ. അങ്ങോട്ടൊന്ന് പോയി നോക്കാം, എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ലല്ലോ. സോ ജസ്റ്റ് താഴേക്കൊന്ന് പോയി നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. പക്ഷേ നമ്മുടെ താഴേക്കൊന്നും പോകാൻ അനന്തണ്ണൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് സത്യം. അനന്തണ്ണൻ അത്യാവശ്യം നമ്മളെ ഗാർഡ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജിംബാർബർ കൂടിയാണ് പുള്ളി, അത് വേറെ കാര്യം. പുള്ളി ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഇൻ അവർ ഗ്യാങ് എന്ന് പറയുന്ന ശരി. ഇവിടുത്തെ ഏരിയകളെ തൻ്റെ കൈവെള്ളയിലെന്ന വണ്ണം പുള്ളിക്കറിയാം. അതുകൊണ്ട് എവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ പതിയിരിക്കുന്നു എന്നും അനന്തണ്ണൻ അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മളെ സ്മൂത്തായിട്ടാണ് വീട്ടിലെത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് കുറേ തീർത്ഥയാത്രകൾ പോകാൻ ഇറങ്ങണം. ഞാനതൊരിങ്ങനെ വ്ളോഗായിട്ട് ചെയ്ത് ട്രാവലോഗാക്കി മാറ്റിയാലോ. അപ്പം നമ്മൾ ഒന്ന് നടന്നു പോയി ദൂരെ നിന്ന് വീഡിയോസ് എടുക്കാനുള്ള തീരുമാനത്തിലാണ്. അവിടെ ഒരു പച്ച ആനപ്പിണ്ടം കണ്ടപ്പം ആന ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അത് വേറെ കാര്യം. പിന്നെ നമ്മൾ അധികം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള ബോധം ഉണ്ടായി നമ്മൾ കയറി പോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. പിന്നെ നമുക്കെല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ കുറേ കഴിഞ്ഞ് വന്നപ്പം. പിന്നെ ടൗണിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഓൾറെഡി നമ്മുടെ മാലയ്ക്ക് ഊരിയിട്ടു. വ്രതം കംപ്ലീറ്റ് അവസാനിപ്പിച്ചു. ഇനി എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ള തീരുമാനമാണ്. സോ പ്രോട്ടീൻ ഇൻടേക്കിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മുട്ട എടുത്തങ്ങ് കയറ്റി. പക്ഷേ എണ്ണയാണ്, ഡയ്യാണ്, പ്രശ്നമാണ്. പിന്നെ നമ്മൾ കുറച്ച് ബൂസ്റ്റും ചായയും കാപ്പിയൊക്കെ വാങ്ങിച്ച് കുടിച്ചു. ഇതാണ് ഇവിടുത്തെ ഒരു വേസ്റ്റിൻ്റെ ഫോട്ടോ അറിയാതെ എടുത്തതാണ്. നമ്മൾ പർപ്പസ് എടുത്തതല്ല. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത്രമാത്രം പ്രശ്നത്തിലാണ്. തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ്, ചെറുതായിട്ട് പനിയായി. ഇനിയിപ്പോഴങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുമോ തമ്പുരാനറിയാം. ഇവിടെ എനിക്കൊരാഗ്രഹമുണ്ട്, ഇങ്ങനെ ഓരോ അമ്പലങ്ങളിലും ഇങ്ങനെ പോയാലോ ഒരു തീർത്ഥയാത്രയായിട്ട്. ഇവരെല്ലാവരും വരത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ വേറെ പണിയുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ബജ്ജി കഴിച്ചു, ഏത്തക്കാപ്പം കഴിച്ചു, അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു. പിന്നെ ഇപ്പോഴത്തെ വൈബ് ചിറാപ്പുഞ്ചി അടിച്ച് തിരിച്ചു വരാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. പിന്നെ കാരണത്ത് ഇവർ നമ്മൾ ഓരോരുത്തരെ കളിയാക്കുന്നുണ്ട്. പിന്നെ ഒരു വൈബ് മൂഡ്, ചില്ല മൂഡ്, അമ്പാലി മൂഡ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പിന്നെ ഈ ഒരു നല്ല ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് വീട്ടിലേക്ക്. പിന്നെ വൈകിട്ടായി. നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് രാത്രിയായി. ഓൾമോസ്റ്റ് ആളുകളെല്ലാം നോക്കൗട്ട് ആവുന്ന അവസ്ഥയ്ക്ക് എത്തി. അപ്പം ഇതാണ് ഒരു ശബരിമല യാത്രയുടെ രത്നച്ചുരുക്കം. ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പോയത് കൊണ്ട് കാര്യമായിട്ടെല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല നല്ല തിരക്കുമാണ്. നല്ല തിരക്കുള്ള സമയത്ത് നമ്മൾ വീഡിയോസ് എടുക്കാൻ നിന്നാൽ അത് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അന്നദാന മണ്ഡപത്തിൽ വെച്ച് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായി. പുള്ളി പറഞ്ഞു വീഡിയോ എടുക്കുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല, പക്ഷേ മറ്റുള്ളവരുടെ കൺവീനിയൻസ് കൂടി നോക്കണമെന്ന് പറഞ്ഞപ്പം ഇനി അടുത്ത ട്രിപ്പ് ഞാൻ വളരെ കൃത്യമായിട്ട് ഡിവൈനിറ്റിയോടെ എത്തിക്കാൻ